സത്യത്തിൽ ഈ മുസ്ലിം തീവ്രവാദികൾ എന്തെങ്ങനെ അവരതിനൊക്കെ കാരണം പോലും അറിഞ്ഞുകൂടാത്ത ഒരു വെളിയിലുള്ള മുസ്ലിങ്ങളാണ് ക്ഷേത്രത്തിന് തകർക്കാനായിട്ട് ഇതിനകത്ത് കയറി അടിയുണ്ടാക്കാനൊക്കെ ശ്രമിച്ചിട്ട് ഉറപ്പിക്കാൻ ഒരു ഡോക്ടർ പറയണ്ടേ? അതെങ്ങനെ ഞങ്ങൾ പറഞ്ഞില്ലേ മോനെ, നമ്മൾ സത്യമല്ലേ പറയുന്നുണ്ട്. അതിലുണ്ട് അവന്റെ അച്ഛൻ പ്രഷറിനുള്ള ഗുളിക ഷുഗറിനുള്ള ഗുളിക എല്ലാം കഴിച്ചും കഞ്ഞിയും കുടിച്ചു കഴിഞ്ഞിട്ട് മോനെ സമാധാനമായി എന്ന് പറഞ്ഞു. ഇവൻ ചിലപ്പോ അത് സമാധിയായിന്ന് കേട്ട് സ്ലാബ് കൂടി കാണും. അതിപ്പോ ആ പാവത്തിനോട് ചോദിച്ചാലേ അറിയുള്ളൂ ഇതിന്റെ സത്യാവസ്ഥ. സത്യത്തിൽ യഥാർത്ഥ സമാധി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഒന്ന് കണ്ടോ, അല്ല നാളെ ജീവനോടെ കൊണ്ടുപോയി സ്ലാബിന്റെ അടിയിൽ കൊണ്ടുപോയി കുഴിച്ചുമുള്ളതല്ല സമാധി. പിന്നെ പുതിയൊരു സമാധിക്കുള്ളിലെ വകുപ്പുണ്ട്. അതും സ്വന്തം കുഞ്ഞിനെ കയ്യിൽ പിടിച്ചിട്ടാണ് സ്വന്തം അമ്മയെ ചവിട്ടിക്കൂട്ടുന്നത്. ഇതും നാളെ സമാധിയിലേക്ക് തള്ളിവിടാനുള്ള പരിപാടിയായിരിക്കും. മുസ്ലിങ്ങളായിരിക്കും അതിന് കാരണം. എന്ത് പറഞ്ഞാലും മുസ്ലിങ്ങളെ തല്ലിക്കിട്ടിട്ടില്ല ഒരു രക്ഷപ്പെടലുണ്ടല്ലോ, അത് ഇപ്രാവശ്യം നടക്കൂല. കാരണം നിങ്ങൾ മൊത്തം ഉടായ്പ് കളിയാണ് കളിക്കണത് എന്നുള്ള ഇത് ജനങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യനാണെങ്കിലും മുസ്ലിം ആണെങ്കിലും നിയമത്തിന് വിരുദ്ധമായിട്ട് ചെയ്യുന്നവരെ പൂട്ടണം. ഇവരുടെ ഈ സംസാരങ്ങളിൽ മൊത്തം പന്തികേടാ. നിങ്ങൾ നോക്കുക അവരുടെ മുഖത്ത് അവരെ ബേജാറും ടെൻഷൻ.